ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ iQ Neo 10 സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ iQൻ്റെ ന്യൂ സീരീസ് നിങ്ങൾക്ക് അറിയായിരിക്കും. പെർഫോമൻസ് നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ തരുന്ന ഒരു ഫോണാണ്. ഇവിടെ പഴയ Neo 9 ആയാലും Neo 7 ആയാലും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ആ ഫോൺസിൻ്റെ ഒരു ലിഗസി കണ്ടിന്യൂ തന്നെയാണ് അവർ ഇത്തവണ Neo 10 ഇറക്കിയത്. ഇത്തവണ പിന്നെ നമുക്ക് സിലിക്കൺ കാർബൺ ബാറ്ററി ആ ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ കൂടെ ബെറ്റർ ബാറ്ററി കപ്പാസിറ്റിയും എല്ലാം ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഫോണിനെ പറ്റി എൻ്റെ ഒരു ഇമ്പ്രഷൻ ആയിരിക്കും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ വെയിറ്റ് വരുന്ന അറൗണ്ട് 206 ഗ്രാമാണ്. അപ്പോൾ അത് ഞാൻ പറയും ഇത്തിരി ഇമ്പ്രസീവ് ആണ്. കാരണം ഇതിൽ ഈ ഫോണിൽ വരുന്ന 7000 mAh ബാറ്ററിയാണ്, മനസ്സിലാവും. അപ്പോൾ പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കും ഒക്കെയാണ് വരുന്നത്. നമുക്ക് നല്ലൊരു വെയിറ്റ് ബാലൻസ് കിട്ടുന്നുണ്ട്. എടുക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടോ ഒന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം സോർട്ടഡ് ആണ്. പിന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്ന 8.09 mm ആണ്. ഒരു കുറവ് ഉണ്ടെന്ന് വെച്ചാൽ ഈ ഫോണിൽ IP64 റേറ്റിംഗ് നമുക്ക് വരുന്നുള്ളൂ. ഇപ്പം നമുക്ക് അണ്ടർ 15,000 ഉള്ള അറൗണ്ട് 15,000 ഉള്ള ഫോൺസ് വരെ IP69 റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസൈൻ വൈസ് വെയിറ്റ് ബാലൻസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അങ്ങനെ ഭയങ്കര കംപ്ലൈൻറ്റ് പറയാനൊന്നുമില്ല. ഇനി ഇവർ ഇതിൻ്റെ ബാക്കിൽ ഗ്ലാസ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുമായിരുന്നു. ഓക്കെ, ഇനി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്ക് വരുന്നത് 1.5K റെസൊല്യൂഷനുള്ള ഒരു 144 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സ് എന്ന് പറഞ്ഞാൽ അത് ചില ഗെയിംസിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 120 ഹെർട്സിലാണ് ഇത് വർക്കാവുന്നത്. നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ ഇട്ടിട്ട് ഹൈ എടുക്കണമെങ്കിൽ നമുക്ക് മിക്ക ആപ്പിലും 120 ഹെർട്സ് വരത്തുള്ളൂ. അല്ലെങ്കിൽ അത് തനിയെ സ്മാർട്ട് സ്വിച്ച് ആണ് ചെയ്യുന്നത്, മനസ്സിലായി. സ്മാർട്ട് സ്വിച്ച് ഓപ്ഷൻ ആണെങ്കിൽ അത് തനിയാണ് റിഫ്രഷ് റേറ്റ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണ്ടന്റ് കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ സ്പീക്കേഴ്സ് പ്രൈസിന് എനിക്ക് നല്ലതായിട്ട്. പിന്നെ ഈ ഫോണിൻ്റെ HBM ബ്രൈറ്റ്നസ് വരുന്നത് 2000 nits ആണ്. അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഇതിൻ്റെ 828 വേരിയൻറ്റ് വരുന്നത് 30,000 ആണ് വരുന്നത്. പിന്നെ 8256 വേരിയൻ്റ് ഉണ്ട്, അത് ഓഫറൊക്കെ ചേർത്ത് 32,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഫോണിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയും സ്പീക്കറും അതൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഹാപ്റ്റിക്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഇല്ലേ, അത് അടിപൊളിയാണ്. പിന്നെ നമുക്ക് സെക്യൂരിറ്റിക്ക് വരുന്നത് ഡിസ്പ്ലേ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇനി അടുത്ത് സോഫ്റ്റ്വെയറിൽ നമുക്ക് വരുന്നത് FunTouchOS 15 ആണ്, ബേസ്ഡ് ഓൺ Android 15. 3 വർഷത്തെ OS അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഫോണിന് കിട്ടും. ഓക്കെ, FunTouchOSൽ കുറച്ച് ഇതുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ ഒന്നും അത്ര മോഡേൺ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മളെ കാര്യങ്ങൾ നല്ല രീതിക്ക് നടന്നു പോകുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ്. ഇതിനു മുമ്പ് Vivo X90 ഈ ഒരു യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റേബിളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവർ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് iQ ഇവരുടെ അപ്ഡേറ്റ്സ് പുഷ് ചെയ്യുന്നത്, മനസ്സിലായി. വിവോയുടെ സബ് ബ്രാൻഡ് ആണല്ലോ iQ. അപ്പോൾ വിവോ iQ ഒക്കെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ അടിപൊളി തന്നെയാണ്. അനിമേഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഇനി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സ്റ്റെബിലിറ്റി വൈസ് സോഫ്റ്റ്വെയർ നല്ലത് തന്നെയാണ്. വേറെ അങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് സ്റ്റെബിലിറ്റിയും പിന്നെ ഫാസ്റ്റ് അപ്ഡേറ്റ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് നിയോ സീരീസ് എന്ന് കേൾക്കുമ്പോൾ പെർഫോമൻസ് ആണ് ഓർമ്മ വരുന്നത്. ഇതിൽ വരുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 810 ഇപ്പം നമുക്ക് അറൗണ്ട് 30,000 ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സർ ഇത് തന്നെയാണ്. അറൗണ്ട് 20 lakh അൺഡു സ്കോർ വരുന്നുണ്ട്. ഗിഗ്ബെൻ സ്കോറും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എപ്പോഴും ഇതിൻ്റെ പെർഫോമൻസ് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. BGMI 120 FPS ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് ഹെവി ഗെയിംസ് ആണോ, ജംഗ്ഷൻ ഇമ്പാക്റ്റ് അങ്ങനത്തെ ഗെയിംസ് എല്ലാം നല്ല സെറ്റിങ്സിൽ തന്നെ കളിക്കാൻ പറ്റും. ഇപ്പോൾ പെർഫോമൻസിൻ്റെ ആയിട്ട് സോർട്ടഡ് ആണ്. പിന്നെ നമുക്ക് പെർഫോമൻസിൽ പ്രൊസസ്സർ മാത്രമല്ല, ഇപ്പോൾ 5 RAM UFS 4 സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബേസ് 128 വേരിയൻ്റ് ഉണ്ടല്ലോ, അത് UFS 3.1 ആണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ 8256 തന്നെ മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ പെർഫോമൻസ് മാത്രമല്ല, നമുക്കിപ്പം ഗെയിമേഴ്സിനൊക്കെ ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് ആണ്. അപ്പോൾ ഈ വർഷം നമ്മൾ സ്മാർട്ട് ഫോൺസിൽ കണ്ട ഒരു ട്രെൻഡാണ്. നമുക്ക് 6000-7000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. സിലിക്കൺ കാർബൺ ബാറ്ററി പുതിയ ടെക്നോളജി കാരണം. അപ്പോൾ ഈ ഫോണിലും അതേ കാര്യം തന്നെയാണ്. നമുക്ക് എപ്പോഴും ബാറ്ററി വൈസ് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇത്തവണ വന്നിട്ടുള്ളത്. 7000 mAh ബാറ്ററി, പിന്നെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. കുറച്ച് ഗെയിമിങ്ങും സാധാ യൂസൊക്കെ വെച്ച് ഫുൾ മൊബൈൽ ഡേറ്റയിൽ 6 hours+ നമുക്ക് സ്ക്രീൻ ഓൺ ടൈമും ബാക്കി ഒരു 40% ഒക്കെ ലെഫ്റ്റ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ വൈഫൈയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇത് ഒരു പ്രോപ്പർ 1.5 2-day ഫോണാണ്, മനസ്സിലായി. ബാറ്ററി പറ്റി ഒട്ടും നിങ്ങൾ വറിയേ ചെയ്യണ്ട, മനസ്സിലായി. അങ്ങനത്തെ ഒരു ഫോണാണ്.
പിന്നെ 120 വാട്ടിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അറൗണ്ട് 40 മിനിറ്റിൽ ഈ ഫോൺ നമുക്ക് ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നെറ്റ്വർക്ക് റിസപ്ഷൻ, കോൾ ക്വാളിറ്റി അതൊക്കെ ഓക്കെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫോണുകളിൽ നമ്മൾ അതിനെപ്പറ്റിയൊന്നും ഒരിക്കലും കംപ്ലൈൻ്റ് ഒന്നും കിട്ടാറില്ല, മനസ്സിലായെന്ന് വെച്ചാൽ മിക്ക ഫോൺസിലും 5G കാര്യങ്ങളും എല്ലാം അടിപൊളി തന്നെ ആയിരിക്കും. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറാസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അണ്ടർ 35,000 ഇതിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ക്യാമറാസ് ഒക്കെ കിട്ടും. ഇതിൻ്റെ ക്യാമറ നമുക്ക് വരുന്നത് 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ്, പിന്നെ 32 MB സെൽഫിയാണ് വരുന്നത്. മെയിൻ ക്യാമറയുടെ സെൻസർ സൈസ് 1/1.95 ഇഞ്ചാണ് വരുന്നത്. അത് ഭയങ്കര ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഐക്യു അറിയാമല്ലോ നമുക്ക്, വിവോയുടെ സബ് ബ്രാൻഡാണ്. അപ്പോൾ വിവോയുടെ ആ ഒരു പ്രോസസ്സിങ് ഐക്യുവിൻ്റെ എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കുറച്ച് ഞാൻ എടുത്ത് നോക്കി, അത്യാവശ്യം നല്ല സാമ്പിൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോ 4K 30, 4K 60 ഒക്കെ വരുന്നുണ്ട്. 4K 30 വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പിന്നെ 1x2x പോർട്രേറ്റ് സാമ്പിൾസും എല്ലാം നിങ്ങൾക്ക് കാണാം. നൈറ്റ് ഫോട്ടോസ് ഇവരുടെ ഒരു വലിയ സ്ട്രെങ്ത് ആണ് ഐക്യുവിൻ്റെ ഇവിടെ, അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ക്യാമറ വൈസ് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്യത്തില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് സൂം ലെൻസ് ഉള്ള ഫോൺസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ വീഡിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ S24 സെയിൽ സമയത്തൊക്കെ അണ്ടർ 35,000 വരാറുണ്ട്. ആ ഫോൺസ് നോക്കണം, മനസ്സിലായി. ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് പെർഫോമൻസ്, ബാറ്ററി അങ്ങനെയാണ്, മനസ്സിലായി. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷനിൽ കിട്ടിയ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, എന്താ പറയുക, ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ല 828 പ്രൈസ് വരുന്നത് 30,000 ആണ് ഓഫറൊക്കെ ചേർത്ത്. പിന്നെ 8256 32,000 ആണ് ഓഫറൊക്കെ ചേർത്ത്. ഞാൻ പറയും ഇതിൻ്റെ 8256 വേരിയൻ്റാണ് ഏറ്റവും വാല്യൂ ഫോർ മണി. കാരണം നമുക്ക് UFS 4 സ്റ്റോറേജും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് വേറെ വേരിയൻറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൈസ് ആവും, ഒരു 35, 37 ആ റേഞ്ചിൽ പോകും. അപ്പോഴും ഇത് ഈ ഫോൺ അത്ര വാല്യൂ ഫോർ മണി ആവുന്നില്ല, മനസ്സിലായി. പിന്നെ ഈ ഫോണിന് ഞാൻ പറയും ഒരു ഡീഫാൾട്ട് ഗെയിമിംഗ് ഫോൺ റെക്കമെൻഡേഷൻ എന്ന് പറയും. കാരണം ഇതിൽ വരുന്ന ഹാർഡ്വെയറിൻ്റെ തന്നെ 8s Gen 4 ചിപ്സെറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ LPDDR 5X RAM, UFS 4 സ്റ്റോറേജ്, പിന്നെ 7000 mAh ബാറ്ററി, മനസ്സിലായി. അപ്പോഴും ഗെയിമറിന് വേണ്ട എല്ലാ സംഭവവും ഈ ഫോണിൽ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഇതിലപ്പുറം ഒരു ഫോൺ എടുക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ ഇത് ഈ ഫോണിൻ്റെ ബെസ്റ്റ് സംഭവമല്ല, ബാക്കി നമുക്ക് എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് ഈ ഫോണിൽ കിട്ടുന്നത്. ക്യാമറയും ഗുഡ് എനഫ് ആണ്, മനസ്സിലായി. നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ച് ബെസ്റ്റ് ക്യാമറ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വേറെ ഫോൺസ് ഉണ്ട്, പക്ഷെ ബാക്കി എല്ലാം അടിപൊളിയായിട്ടാണ് ഈ ഫോണിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻസിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.